നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആ വിവാഹ പന്തലിലേക്ക് വളരെ സന്തോഷത്തോടെ വരാനിരുന്ന 4 പേരാണ്. പക്ഷേ അവിടെ എത്തിയത് അവരുടെ മരണവാർത്ത. കഴിഞ്ഞ ദിവസം കണ്ണൂരുണ്ടായിട്ടുള്ള വലിയൊരു വാഹനാപകടം, നിരവധി പേർ മരണപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ ചാലോട് കാർ മരത്തിലിടിച്ച് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. 2 മലയാളികൾ ഉൾപ്പെടെ 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാംഗ്ലൂരുവിൽ നിന്ന് 5 പേരുമായിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് കല്യാണം കൂടാനെത്തിയവരുടെ കാറാണ് അപകടത്തിൽപ്പെടുകയും ഇത്തരത്തിൽ 4 പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ ഷാൻ, റിസ്വാൻ, ഉത്തർപ്രദേശ് സ്വദേശിയായ പരം ഛേത്രി, ഹർഷ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. മരത്തിലിടിച്ച കാർ പൂർണ്ണമായും തകർന്നതിന്റെ ഭാഗമായിട്ടാണ് 4 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് വിവരം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാരെ പുറത്തെടുക്കാൻ ശ്രമിച്ചത്. അത്രമാത്രം ദയനീയമായിരുന്നു ആ വാഹനത്തിന്റെ അവസ്ഥ. പക്ഷേ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉടനടി തന്നെ നടന്നുവെങ്കിലും 4 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇടിയുടെ ആഘാതത്തിൽ ഒരാൾ തൽക്ഷണം തന്നെ മരണപ്പെട്ടു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് അപകടമുണ്ടാകുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചാലോട് ഭാഗത്തു നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് കാർ നിയന്ത്രണം വിടുന്നത്. നിയന്ത്രണം വിട്ട കാർ മരത്തിലേക്ക് ഇടിച്ചു കയറി വലിയ ദുരന്തമുണ്ടാകുകയായിരുന്നു. ഷാനിന്റെ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് സുഹൃത്തുക്കളുമായിട്ട് അയാൾ യാത്ര തിരിച്ചത്. ആ യാത്രക്കിടെയാണ് അതിദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത്. വാഹനം കണ്ണൂരിലെത്തിയതിന് ഏതാണ്ട് അരമണിക്കൂർ മുൻപായിരുന്നു ഈ ദുരന്തമുണ്ടായതെന്നാണ് വിവരങ്ങൾ. മുൻ സീറ്റിലുണ്ടായിരുന്ന ഒരാളാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. ഗുരുതര പരിക്കേറ്റ മറ്റു യാത്രക്കാരെ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി വാഹനം വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത ശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല. അതേസമയം യാത്രാമധ്യേ ഇത്തരത്തിലുണ്ടാകുന്ന അപകടങ്ങൾ അത് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. വാഹനങ്ങൾക്ക് മുൻപിൽ എത്തുന്ന കാലൻ അവതരിക്കുമ്പോൾ പൊലിഞ്ഞു പോകുന്നത് ഒരുപാട് സ്വപ്നങ്ങളോടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ട് എന്ന് പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരുപാട് ജീവനുകളാണ്. കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു വാഹനാപകടത്തിന്റെ ഞെട്ടലിലായിരുന്നു കേരളം. ആ വാർത്തയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞതോടുകൂടെ ഒന്ന് പേടിച്ചു പോയ അവസ്ഥയായിരുന്നു ഉണ്ടായത്. അതായത് തിരുവനന്തപുരം തിരുവല്ലത്ത് ടെക്നോ പാർക്കിലെ 2 IT ജീവനക്കാർ മരണപ്പെട്ടിരുന്നു. നോർമൽ ഒരു അപകടമാണ് എന്നായിരുന്നു ആദ്യം കരുതിയതെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതൊരു സാധാരണ മരണമായിരുന്നില്ല. അതായത് 2 IT ജീവനക്കാരുടെ മരണത്തിനിടയാക്കിയത് മറ്റ് ഒരാളുടെ ശ്രദ്ധയില്ലായ്മയാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് ആ വാഹനാപകടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ വ്യക്തമായത്. തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപം നടന്ന ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ എറണാകുളം സ്വദേശി നവീൻ എന്ന് പറയുന്ന 25-കാരനും തൊടുപുഴ സ്വദേശിയായ മൃദുല എന്ന് പറയുന്ന 25 വയസ്സുകാരിയും മരണപ്പെട്ടത് നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് എന്ന് കരുതിയതെങ്കിൽ അതായിരുന്നില്ല യഥാർത്ഥ കാരണം എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണത്തിൽ ആ യാഥാർത്ഥ്യ കാരണങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായിരുന്ന നവീനും മൃദുലയും നവീന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് കോവളത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് അപകടത്തിൽ ഇരുവർക്കും തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ പോയത്. മൃദുല അപകട സ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന നവീനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല. അപകടത്തിന് പിന്നാലെ തിരുവല്ലം പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തിയപ്പോഴാണ് അപകട കാരണം പോലീസ് മനസ്സിലാക്കുന്നത്. അപകടത്തിൽപ്പെട്ട ബൈക്കിന്റെ ഹാൻഡിലിൽ മറ്റൊരു വാഹനത്തിന്റെ പെയിന്റ് പുരണ്ടതായി കണ്ട സംശയം അത് കേസിൽ നിർണായക വഴിത്തിരിവായി. പോലീസിനുണ്ടായ സംശയം അത് അന്വേഷണത്തിന്റെ ഭാഗമായി തുറന്നപ്പോൾ ഇതേ തുടർന്ന് പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പരിശോധനകൾ നടത്തിയപ്പോഴാണ് ബൈക്കിന് തൊട്ടുപിന്നിലായി അതിവേഗത്തിൽ കടന്നു വരുന്ന കാറാണ് ഇവരെ അപകടത്തിൽപ്പെടുത്തിയതെന്നും ആ കാറിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നും മനസ്സിലാക്കിയത്.
അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ള പോലീസ് പിന്നീട് ബൈക്കിന് പിന്നിൽ കാർ ഓടിച്ചത് ആരാണ് എന്നത് കണ്ടെത്താൻ തീരുമാനിച്ചു. അങ്ങനെ അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയ കാർ മലയൻകീഴിലെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. കാർ ഓടിച്ചിരുന്ന മലയൻകീഴ് സ്വദേശി വിഷ്ണു പിന്നീട് പോലീസിന്റെ കസ്റ്റഡിയിലായി. അതോടുകൂടെ ചോദ്യം ചെയ്യലിൽ താൻ ഓടിച്ച കാർ തട്ടിയാണ് അപകടമുണ്ടായി അവർ രണ്ടുപേരും മരണപ്പെട്ടത് എന്നും കയ്യബദ്ധമാണ് എന്നും വിഷ്ണു സമ്മതിക്കുന്നത്. അങ്ങനെ പോലീസിനോട് സത്യം പറഞ്ഞ് വിഷ്ണു കീഴടങ്ങുന്നു. അപകടം നടന്നയുടൻ കാർ മുന്നോട്ട് മാറ്റി നിർത്തിയിരുന്നു എന്നതാണ് വിഷ്ണു നൽകുന്ന മൊഴി. പക്ഷേ അപകട സ്ഥലത്ത് ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ ജനക്കൂട്ടത്തിന്റെ ആക്രമണം ഭയന്നാണ് താൻ നിർത്താതെ പോയതെന്ന് വിഷ്ണു പറയുന്നു. പരിക്കേറ്റവരുടെ അവസ്ഥ കണ്ട് പരിഭ്രാന്തിയായതോടെ മറ്റാരോടും പറയാതെ കാറുമായി മലയൻകീഴിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും ഇയാൾ വ്യക്തമാക്കുന്നു. പിടിയിലായ വിഷ്ണുവിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വാർത്തയുടെ ഞെട്ടലിരിക്കുന്ന മലയാളികൾക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ മറ്റൊരു ദുരന്ത വാർത്ത കൂടെ എത്തിയിരിക്കുന്നത്. 5 സുഹൃത്തുക്കൾ വളരെ സന്തോഷത്തോടെ തുടങ്ങിയ യാത്ര, ഒരു കല്യാണ വീട് ലക്ഷ്യം വെച്ചു വന്ന യാത്ര, ആ കല്യാണ വീട് എത്തുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ അവരുടെ ജീവൻ പൊലിയുന്ന അവസ്ഥ. കണ്ണൂർ ചാലോട് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിലാണ് മലയാളികൾ ഉൾപ്പെടെ 4 പേർ മരണപ്പെട്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 5 പേരുമായിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ സ്വദേശി ഷാൻ, റിസ്വാൻ, ഉത്തർപ്രദേശ് സ്വദേശി പരംക്ഷേത്രി, ഹർഷ് എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. മരത്തിലിടിച്ച കാർ പൂർണ്ണമായും തകർന്നതിന്റെ ഭാഗമായായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റത്. ഫയർഫോഴ്സും നാട്ടുകാരും സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തി കാർ വെട്ടിപ്പൊളിച്ച ശേഷമായിരുന്നു ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ഇടിയുടെ ആഘാതത്തിൽ ഒരാൾ തൽക്ഷണം തന്നെ മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം. ചാലോട് ഭാഗത്തു നിന്ന് ഇറങ്ങി വരുന്നതായിരുന്ന കാർ നിയന്ത്രണം വിട്ടതിന്റെ ഭാഗമായാണ് കാർ മരത്തിലേക്ക് ഇടിച്ച് അപകടം അതിഗുരുതരമായി മാറിയതെന്നാണ് വിവരം. ഷാനിന്റെ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് തന്റെ സുഹൃത്തുക്കളുമായിട്ട് അയാൾ യാത്ര തിരിച്ചത്. പക്ഷേ അത് വലിയ ദാരുണ അന്ത്യത്തിലേക്ക് വഴിതിരിച്ചു. വാഹനം കണ്ണൂരിലെത്തുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഈ ദുരന്തമുണ്ടായതെന്നാണ് വിവരം. മുൻസീറ്റിലുണ്ടായിരുന്ന ഒരാൾ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മരണപ്പെടുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ മറ്റു യാത്രക്കാരെ ഫയർഫോഴ്സ് ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അവരുടെ ജീവനം രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. എന്തായാലും ഇത്തരം വാർത്തകൾ വരുമ്പോൾ മലയാളികൾക്ക് ഒന്ന് ചങ്ക് പിടയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ പൊതുവെ ഇപ്പോൾ AI ക്യാമറകളൊക്കെ വന്നതിന് ശേഷം അപകടങ്ങളുടെ നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി അപകട വാർത്തകൾ പുറത്തു വന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ വാഹനാപകടങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്ന സൂചനകളാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം വാഹനാപകടങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം AI ക്യാമറകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് മലയാളികൾക്കുള്ളിലേക്ക് ഒരു അവബോധം വരുന്നു, അല്ലെങ്കിൽ ഒരു പേടി വരുന്നു. പെറ്റി വരുമോ, അല്ലെങ്കിൽ തന്റെ വാഹനം ലൈസൻസ് റദ്ദാക്കപ്പെടുമോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള പേടികൾ വന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ജാഗ്രതയോടെ വാഹനം ഓടിക്കാനും വേഗത നിയന്ത്രിക്കാനൊക്കെ മലയാളികൾ ശീലിച്ചിരുന്നു. പക്ഷേ AI ക്യാമറകൾ അടക്കം ഇപ്പോൾ കൃത്യമായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നില്ല എന്നും വ്യക്തമായതോടെ, അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കിയതോടെ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പരാജയമായിട്ട് അതവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഇപ്പോൾ വീണ്ടും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അവരുടെ സൗകര്യ പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം വാഹനങ്ങൾ അമിത വേഗതയിലും അശ്രദ്ധമായിട്ടുമൊക്കെ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സാരം. എന്തായാലും ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്നത് മുഖാന്തരം പറ്റിക്കപ്പെടുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ സർക്കാരോ ഒന്നുമല്ല, മറിച്ച് യാത്രക്കാർ തന്നെയാണ്, ഡ്രൈവ് ചെയ്യുന്നവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഈ റോഡിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് പല നിയന്ത്രണങ്ങളും റോഡ് മാർഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരം നിയമങ്ങൾ ലംഘിക്കുന്നത് വഴി നിരന്തരമായിട്ട് ഇത്തരത്തിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സിബ്ര ലൈൻ കണ്ടാൽ അത് മുറിച്ചു കടക്കാനുള്ള അവകാശം കാൽനട യാത്രക്കാർക്കുണ്ട് എന്ന് മനസ്സിലാക്കി സിബ്ര ലൈനുള്ള സ്ഥലത്ത് നിന്ന് വാഹനങ്ങൾ വേഗം കുറച്ച് ഓടിക്കുക എന്നുള്ളത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ കാൽനട യാത്രക്കാർ അവിടെ
അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പോയിട്ട് മതി മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പൊതുവെ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ പല പല സംഭവങ്ങളാണ് റോഡിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അമിത വേഗതയിൽ പോകുന്നു, സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നു, ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നു. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ എന്തിനൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും വാഹനങ്ങൾ ഓടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുസ്സഹമായിട്ടുള്ള കാര്യം. അത്തരം അശ്രദ്ധ തന്നെയാണ് ഈ പറയുന്ന വാഹനാപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്നുള്ളതും മനസ്സിലാക്കുക. എന്തായാലും അമിത വേഗത, ട്രാഫിക് നിയമലംഘനങ്ങളുടെ രീതികൾ, വാഹനങ്ങളുടെ തകരാറുകൾ, മോശം റോഡുകൾ, പ്രതികൂല കാലാവസ്ഥ ഇവയൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഇതിപ്പോൾ മഴക്കാലമാണ്. ആ മഴക്കാല സമയത്ത് വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഡ്രൈവർമാർ കുറച്ചുകൂടെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു വാഹനാപകടം, നിങ്ങൾ ഓടിച്ച വാഹനം ഒരു അപകടത്തിൽ പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ അത് ബാധിക്കുന്നത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, അങ്ങനെയുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു വാഹനത്തിനെ കൊണ്ടിടിക്കുകയാണെങ്കിൽ മറ്റൊരു കുടുംബത്തിലെ വലിയ പ്രതീക്ഷകളായിരിക്കാം ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. പലരുടെയും ജീവൻ അപഹരിക്കപ്പെടുന്നത് നിങ്ങളുടെ കൈകൊണ്ടായിരിക്കും എന്നുകൂടെ ഓർത്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ട് ജാഗ്രതയോടെ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.